നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എല്ലാം റെഡിയായി. ആംബുലൻസ് കൊണ്ടുവരുമെന്നാ ശരത്ത് പറഞ്ഞിരിക്കുന്നെ. എന്നിട്ട് അതിൽ മനോഹരേട്ടനെയും കൊണ്ടുപോകും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അവൻ ഒരാളുള്ളതുകൊണ്ടാ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ? അത് ശരിയാ, എല്ലാം ഒന്ന് വേഗം കഴിഞ്ഞാ മതിയായിരുന്നു. തടസ്സമൊന്നും ഉണ്ടാവില്ലമ്മേ. ആരും ഒന്നും അറിയില്ല. പോകുന്നു വരുന്നു. എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നടന്നിരിക്കും. പിന്നെ നിത്യയോട് പറയണ്ടേ? അയ്യോ വേണ്ട വേണ്ട, ആരെ ഒന്നും അറിയിക്കണ്ടെന്നാ ശരത്തുമോൻ പറഞ്ഞിരിക്കുന്നേ. അവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അവള് നമ്മുടെ കൂടെയല്ലേ അമ്മേ? എന്ന് നമുക്ക് തോന്നുന്നതല്ലേ ശരിക്കും? അല്ലെങ്കിലോ? ഒരു റിസ്കും എടുക്കണ്ട പാർവതി, എല്ലാം കഴിയട്ടെ എന്നിട്ട് പറയാം. അപ്പൊ അറിഞ്ഞാ മതി എല്ലാരും. സത്യമാണോ നീ പറയുന്നേ? അതേ എടുത്തി, ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടതാ. എന്തിനാ കൊണ്ടുപോകുന്നേന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ കൊണ്ടുപോകും, അതുറപ്പാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നിത്യേ. ശരത്താണ് കൊണ്ടുപോകുന്നത്, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇത് തടയണോ എടുത്തി, അല്ലെങ്കിൽ അപകടമാ. നീ പേടിക്കണ്ട, ആരും അച്ഛനെ എങ്ങും കൊണ്ടുപോയില്ല. ഞാനത് സമ്മതിക്കുകയില്ല. നീ എന്റെ കൂടെ നിന്നേക്കണം. ഞാനുണ്ട്. ഏട്ടത്തി ധൈര്യമായിട്ട് നീങ്ങിക്കോ. എന്താ രണ്ടും കൂടി ഒരു രഹസ്യം പറിച്ചില്? കല്യാണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛനെ എങ്ങോട്ടാ അമ്മ കൊണ്ടുപോകാൻ പോകുന്നത്? ഏതച്ഛന്? എന്റെ അച്ഛനെ. വയ്യാതെ കിടക്കുന്ന എന്റെ അച്ഛനെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോകുന്ന വിവരമൊക്കെ എനിക്കറിയാം. അതെങ്ങോട്ടാണെന്ന് എനിക്കറിയണം. പറയാൻ സൗകര്യമില്ലെങ്കിലോ? എന്റെ ഭർത്താവാ, ഞാൻ അങ്ങേരെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകും. അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ അദ്ദേഹത്തിന്റെ മരുമകളാ. 100-ലേക്കൊരു വിളി വിളിച്ചാ മതി, പോലീസ് വണ്ടിയെ ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. എന്നോട് പറഞ്ഞില്ലെങ്കിലും അവരോട് പറയേണ്ടി വരും സത്യം. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് അമ്മേ. നിനക്കെന്താ, എന്നെ വിശ്വാസമില്ലേ? അമ്മേ വിശ്വാസ, പക്ഷെ കൊണ്ടുപോകുന്ന ആളില്ലേ, അയാളെ വിശ്വാസം ഇല്ല. ഞാനും കൂടി പോകുന്നുണ്ടെങ്കിലോ? എന്നാലും വിശ്വാസം ഇല്ല. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊക്കെ എനിക്കറിയണം. അതെനിക്ക് ബോധ്യപ്പെടുകയും വേണം. അല്ലാതെ ഒരാളും ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഞാനും. നാശം പിടിക്കാനായിട്ട് ഓരോ സംശയങ്ങളും. ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, പോരെ? ഇവിടെ കിടന്ന് ചാവട്ടെ, അപ്പോഴേ നിനക്കൊക്കെ സമാധാനാവും. ഇനി എന്ത് ചെയ്യും അമ്മേ? പോലീസ് വന്നാ ആകെ കുഴപ്പമാവുമല്ലോ. എടി, വിവരം ശരത്തുമോനെ അറിയിക്ക്. അവൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളൂ. ഞാനിന്ന് പുറത്തു പോവാ. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യേ, എവിടേക്കാ? ഒന്ന് ഹിമാലയം വരെ പോവാ. എന്താ, വരുന്നുണ്ടോ? തൽക്കാലം ഇല്ല, എനിക്ക് സമയമായിട്ടില്ല. ആവുമ്പോ ഞാൻ പറയാം. ജയിച്ചെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ തിരിച്ചടിച്ചിരിക്കും. ചെയ്യാൻ പറ്റുന്നൊക്കെ നീ ചെയ്യടി, ഞാനൊന്ന് കാണട്ടെ. ഈ വീട്ടിൽ നിന്ന് താമസം മാറാൻ എന്റെ തീരുമാനം. സന്തോഷം. അങ്ങനെങ്കിൽ ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഇന്നും കൂടി ഞാൻ ഈ വീട്ടിൽ താമസിക്കും. അതും സന്തോഷം. പോകുന്നത് ഞാൻ തനിച്ചായിരിക്കില്ല, കൂടെ സിദ്ധുണ്ടായിരിക്കും. സിദ്ധുവോ? അവൻ വരാന്ന് സമ്മതിച്ചോ? എന്റെ ഭർത്താവാ സിദ്ധുവേട്ടൻ. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെയായിരിക്കും എന്റെ ഭർത്താവും താമസിക്കുന്നത്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അവനങ്ങനെ സമ്മതിക്കാൻ സാധ്യതയില്ലല്ലോ.
അത് നിങ്ങളുടെ തോന്നലല്ലേ? അന്വേഷിച്ചു നോക്ക്. സിദ്ധുണ്ണയും കൊണ്ടാ ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അവൻ എന്റെ അനിയനാണെങ്കിലേ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല.